സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ചെറിയൊരു സെക്ഷൻ ആണ്, ഓർത്തഗോണൽ ട്രജക്ടറീസ് ഓഫ് കർവ്സ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ഡെഫിനിഷൻ ആയിട്ട് 1 മാർക്കിനും അല്ലെങ്കിൽ ഓർത്തഗോണൽ ട്രജക്ടറി കണ്ടുപിടിക്കാനായിട്ട് 4 മാർക്കിന്റെ പ്രോബ്ലംസ് ആയിരിക്കും വരുന്നത്. എനിവേ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. The orthogonal trajectories of given curve C are the curve that intersect a given curve at a right angle. അതായത് നിങ്ങൾക്കൊരു കർവ് തന്നു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ സി ഈക്വൽ ടു 0 ഈ ഒരു ഫോമിൽ ഒരു കർവ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ആ കർവിന്റെ ഓർത്തഗോണൽ ട്രജക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏത് കർവാണോ തരുന്നത് ആ കർവിനെ ഒരു പോയിന്റിൽ വെച്ചിട്ട് റൈറ്റ് ആംഗിളിൽ കട്ട് ചെയ്യുന്ന കർവുകളുടെ ഇക്വേഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓർത്തഗോണൽ ട്രജക്ടറീസ് ഓഫ് ഗിവൺ കർവ് സി ആർ ദി കർവ് ദാറ്റ് ഇന്റർസെക്ട് ദി ഗിവൺ കർവ് അറ്റ് റൈറ്റ് ആംഗിൾസ്. ആ വാക്ക് പോയി കഴിഞ്ഞാൽ മാർക്കില്ല കേട്ടോ. സോ എങ്ങനെയാണ് ഒരു ഓർത്തഗോണൽ ട്രജക്ടറി കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അതിന് 3 സ്റ്റെപ്പുകളാണ് ഉള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 സ്റ്റെപ്പുകളാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് വൈ സി ഈക്വൽ ടു 0 എന്ന ഫോമിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ തരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും. ആ ഫോമിലുള്ള ഫംഗ്ഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആദ്യം കണ്ടുപിടിക്കുക. അതായത് ടേക്കിംഗ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ് ചെയ്തിട്ട് നിങ്ങൾ ഡെറിവേറ്റീവ് ചെയ്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് എവിടെയാണോ ഡി വൈ ബൈ ഡി എക്സ് കിടക്കുന്നത് അതിന് പകരം മൈനസ് ഡി എക്സ് ബൈ ഡി വൈ കൊടുക്കുക. എന്നിട്ട് ആ ഒരു സംഭവം ഡിഫറൻഷ്യൽ ഇക്വേഷൻ വീണ്ടും എഴുതുക. ദെൻ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്താണോ അതാണ് ഓർത്തഗോണൽ ട്രജക്ടറി. വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്. എക്സാമ്പിൾ നോക്കാം. സോ ഫസ്റ്റ് ഫൈൻഡ് ദി ഓർത്തഗോണൽ ട്രജക്ടറി ഓഫ് ദി ഹൈപ്പർബോള എക്സ് വൈ ഈക്വൽ ടു സി. ഞാനപ്പോ എക്സ് വൈ ഈക്വൽ ടു സി എന്ന് എടുത്തു. ഇതാണ് എന്റെ എഫ് ഓഫ് എക്സ് വൈ സി എന്ന് പറയുന്ന ഫോം. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. ഡിഫറൻഷിയേറ്റ് ടു എലിമിനേറ്റ് ദ കോൺസ്റ്റന്റ് സി. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ്. ഇവിടെ പ്രോഡക്റ്റ് റൂൾ ആണ് അല്ലെ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, വൈയുടെ ഡെറിവേറ്റീവിനെ ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതും. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് 1 ആണ് അല്ലെ. സോ നമുക്ക് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് കിടക്കുന്നിടത്ത് നിങ്ങൾ മൈനസ് ഡി എക്സ് ബൈ ഡി വൈ കൊടുക്കുക. അപ്പൊ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സിന്റെ സ്ഥാനത്ത് മൈനസ് ഡി എക്സ് ബൈ ഡി വൈ കൊടുക്കുക. ബാക്കി ആർക്കും ഒരു മാറ്റവും വരുത്തിയില്ല. സോ ഇതാണ് ഓർത്തഗോണൽ ട്രജക്ടറിയുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്ക് നേരത്തെ കിട്ടിയത് ആ കർവിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സിന് പകരം മൈനസ് ഡി എക്സ് ബൈ ഡി വൈ കൊടുത്തപ്പോൾ ഓർത്തഗോണൽ ട്രജക്ടറിയുടെ ഇക്വേഷൻ ആയി. ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാൻ നമ്മൾ ഒരുപാട് പഠിച്ചതാണ് അല്ലെ. അപ്പൊ മൈനസ് എക്സ് ഡി എക്സ് ബൈ ഡി വൈ എന്നാവുമല്ലോ. മൈനസ് എക്സ് ഡി എക്സ് ബൈ ഡി വൈ ഈസ് ഈക്വൽ ടു പ്ലസ് വൈ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് വൈ. ഈ ഡി വൈ ക്രോസ് ചെയ്യുന്നതാണ് നമ്മൾ ഡയറക്റ്റ് വേരിയബിൾ സെപ്പറബിൾ ഫോം. നമുക്ക് ബെർണോളിയും അറിയണ്ട, ലീനിയർ ഫോമും അറിയണ്ട, ഒന്നും വേണ്ട, സിംപ്ലസ്റ്റ് ഫോം അല്ലെ. അപ്പൊ മൈനസ് എക്സും ഡി എക്സും ഒരു സ്ഥലത്ത്, ഡി വൈ അപ്പുറത്ത് കൊണ്ടുപോയി മൈനസ് വൈ ഡി വൈ, നമ്മൾ ആദ്യം പഠിച്ച വേരിയബിൾ സെപ്പറബിൾ ഫോം. മൈനസും മൈനസും ക്യാൻസൽ ആക്കിയിട്ട് ഞാൻ ബോത്ത് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2 ആണ്. ഇന്റഗ്രൽ വൈ ഡി വൈ എന്താണ്? വൈ സ്ക്വയർ ബൈ 2 ആണ്. അപ്പൊ എക്സ് സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ ബൈ 2 പ്ലസ് സി ആണ് നമ്മുടെ ഓർത്തഗോണൽ ട്രജക്ടറി. സിമ്പിൾ പരിപാടി. എന്താണോ നമുക്ക് തരുന്ന ഇക്വേഷൻ അതിന്റെ ഡെറിവേറ്റീവ് എടുത്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാക്കുക. ഡി വൈ ബൈ ഡി എക്സിന് പകരം മൈനസ് ഡി എക്സ് ബൈ ഡി വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ വീണ്ടും സൊല്യൂഷൻ കണ്ടുപിടിക്കുക. സിമ്പിൾ അല്ലെ. നോക്കി അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഫൈൻഡ് ദ ഓർത്തഗോണൽ ട്രജക്ടറി ഓഫ് ദ പരാബോള y ഈക്വൽ ടു സി എക്സ് സ്ക്വയർ. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി കോൺസ്റ്റന്റ് പോകണം. കോൺസ്റ്റന്റ് പോയില്ലെങ്കിൽ ഒരു പരിപാടി നടക്കത്തില്ല. അപ്പൊ ഇവിടെ ഞാൻ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡെറിവേറ്റീവ് എടുക്കാം. ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 2cx എന്ന് കിട്ടും. പക്ഷെ കോൺസ്റ്റന്റ് അവിടെ കാണും, കളയാൻ പറ്റത്തില്ല. അപ്പൊ കോൺസ്റ്റന്റിനെ കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ എക്സ് സ്ക്വയറിനെ ഇപ്പുറത്ത് കൊണ്ടുവരിക. കോൺസ്റ്റന്റിനെ കളഞ്ഞാലും നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ y ബൈ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? അപ്പുറം ഇപ്പുറം ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പൊ ഇതെന്താണ്? ഇതെന്ന് പറയുന്നത് കോഷ്യന്റ് ഫോർമുല അല്ലെ. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ മറ്റൊരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. അപ്പൊ എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ വൈന്റെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ്.
മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു നമ്മുടെ y എഴുതി ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ് 2x. സോ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ. ഇവിടെ ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ അല്ലേ, എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ എന്താണ് x⁴. സോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇത് കിട്ടണമെങ്കിൽ നമുക്കറിയാം ഈ x⁴ അപ്പുറത്ത് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്ത് 0 ആക്കാം. സോ മുകളിലത്തെ ആള് മാത്രമേ വരൂ. x² ഇൻറ്റു dy/dx മൈനസ് y ഇൻറ്റു 2x എനിക്ക് 2xy എന്ന് എഴുതാമല്ലോ. 2xy ഈക്വൽ ടു 0. അപ്പൊ ഇനി ഞാൻ ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ് നമ്മുടെ കർവിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ dy/dx പകരം ഞാൻ എന്ത് കൊടുക്കുക, മൈനസ് dx/dy കൊടുക്കുക. ഇവിടെ എന്തായാലും കോൺസ്റ്റന്റ് ഇല്ല, കോൺസ്റ്റന്റ് നമ്മൾ റൈറ്റ് സൈഡിലാക്കിയതുകൊണ്ട് 0 ആക്കി അല്ലെ. അപ്പൊ നോക്കിയേ dy/dx കിടക്കുന്നിടത്ത് x² ഇൻറ്റു മൈനസ് dx/dy മൈനസ് 2xy ഈക്വൽ ടു 0. ബാക്കി എല്ലാവരും അതുപോലെ തന്നെ. ഇതാണ് നമ്മുടെ ഓർത്തോഗോണൽ ട്രജക്ടറിയുടെ ഇക്വേഷൻ. അപ്പൊ ഇതിന് ചേർത്ത് എഴുതി മൈനസ് x² dx/dy ഈ മൈനസ് 2xy അപ്പുറത്ത് പോകുമ്പോൾ ഈക്വൽ ടു 2xy എന്ന് വന്നു. ഇവിടെ x² ഒരു എക്സും ഇവിടുത്തെ ഒരു എക്സും ക്യാൻസൽ ആയി പോയാൽ മൈനസ് എക്സ് dx/dy ഈക്വൽ ടു 2y. നമുക്ക് മിക്കവാറും ഇത് എങ്ങനെ തരത്തുള്ളൂ, വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ ചെയ്യാൻ പറ്റുന്ന തരത്തുള്ളൂ. അപ്പൊ dy അപ്പുറത്ത് കൊണ്ടുപോകുന്നു, ഇന്റഗ്രേഷൻ ചെയ്യുന്നു. അപ്പൊ ഇന്റഗ്രൽ മൈനസ് എക്സ് dx ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 2y/dy. എക്സിന്റെ ഇന്റഗ്രൽ x²/2 ആണ്. സോ മൈനസ് അതുപോലെ എഴുതി മൈനസ് x²/2 ഈസ് ഈക്വൽ ടു വൈയുടെ ഇന്റഗ്രൽ 2y, വൈയുടെ ഇന്റഗ്രൽ y²/2. ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി പോകുമ്പോൾ y² പ്ലസ് c. അപ്പൊ ഇതാണ് ഓർത്തോഗോണൽ ട്രജക്ടറിയുടെ ഇക്വേഷൻ. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് കൂടുതലും എക്സാമിന് ചോദിക്കാൻ ചാൻസ്. പരിപാടിയൊക്കെ പഴയ പോലെ തന്നെ, പക്ഷെ എക്സാമിന് കൂടുതൽ ചോദിക്കാൻ ചാൻസ് എന്താണ്, ഇതാണ്. കാരണം ഇവിടെ നിങ്ങളുടെ അടുത്ത് ഓർത്തോഗോണൽ ട്രജക്ടറി കണ്ടുപിടിക്കാൻ പറയത്തില്ല. സോ ദാറ്റ് ഒരു ഇക്വേഷൻ തരുന്നു, ആ ഇക്വേഷൻ സെൽഫ് ഓർത്തഗണൽ ആണ്, ആ ഒരു ഫംഗ്ഷൻ സെൽഫ് ഓർത്തഗണൽ ആണെന്ന് കാണിക്കാൻ പറയും. എന്ന് വെച്ചാൽ സംഭവം വേറൊന്നുമില്ല, ഈ ഇക്വേഷന്റെ ഓർത്തഗോണൽ ട്രജക്ടറി നിങ്ങൾ കണ്ടുപിടിക്കുക. ഈ ഇക്വേഷന്റെ ഓർത്തഗോണൽ ട്രജക്ടറി കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടണം, ഈ ഇക്വേഷൻ തന്നെ തിരിച്ചു കിട്ടണം. ഓക്കെ, ഒരു ഇക്വേഷന്റെ ഓർത്തഗോണൽ ട്രജക്ടറി കണ്ടുപിടിക്കുമ്പോൾ അതേ കർവ് തന്നെ തിരിച്ചു കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ കർവിനെ എന്ത് പറയാം, സെൽഫ് ഓർത്തഗോണൽ എന്ന് പറയാം. അപ്പൊ പരിപാടി എല്ലാം സെയിം അല്ലേ, x² ഈസ് ഈക്വൽ ടു 4a ഇൻറ്റു y പ്ലസ് a. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് a കളയണം. a കളയാൻ വേണ്ടി ഞാൻ പല പരിപാടിയും ചെയ്യാൻ പോവാ. നോക്കിക്കോ, അപ്പുറം ഇപ്പുറം ഡെറിവേറ്റീവ് എടുക്കാം, എന്നിട്ട് a കളയുന്നതിനെ പറ്റി ആലോചിക്കാം അല്ലെ. അപ്പൊ x² ഡെറിവേറ്റീവ് 2x ആണ്, ഈസ് ഈക്വൽ ടു 4a ഇൻറ്റു 4a കോൺസ്റ്റന്റ് ആണല്ലോ, 4a ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy/dx ആണ്, എയുടെ ഡെറിവേറ്റീവ് 0 ആണ്. 4a ഇൻറ്റു ഈ സാധനം വരും. സോ 4a ഇൻറ്റു dy/dx. എനിക്കിനി a കണ്ടുപിടിക്കണം. a കണ്ടുപിടിക്കാൻ a കളയണം. a കളയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന് ഞാൻ 4a കണ്ടുപിടിക്കുന്നു. ഇവിടെ dy/dx ഞാനിപ്പോ ഇവിടെ എഴുതുക 2x ഈക്വൽ ടു 4a. dy/dx അപ്പുറത്ത് കൊണ്ടുപോകാൻ എളുപ്പത്തിന് ഞാൻ y' എന്ന് വിളിച്ചു. ക്ലിയർ അല്ലേ. അപ്പൊ ഈ y' അപ്പുറത്ത് പോയി. നോക്കിയേ, 4a is equal to 2x divided by y' എന്ന് എഴുതി. 4a equal to 2x divided by y'. ഇതേപോലെ ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിലും കൊടുക്കാം. അതായത് ഞാൻ a ഒന്ന് കണ്ടുപിടിച്ചു. നോക്കിയേ, ഈ 4ഉം 2ഉം വെട്ടിയിട്ട് എനിക്ക് ഇവിടെ 2 എഴുതാം. ഈ 2 ഇപ്പുറത്ത് പോകുമ്പോൾ x/2y' എന്ന് എഴുതാം. ഇനി എയുടെ സ്ഥാനത്ത് ഞാൻ അത് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ 4a സ്ഥാനത്ത് ഇത് തന്നെ അങ്ങ് എഴുതാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. 4a അവിടെ കിടപ്പുണ്ട്, അപ്പൊ വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. നിങ്ങൾ നോക്കി, ഒന്നാമത്തെ ഇക്വേഷനിൽ x² ഈസ് ഈക്വൽ ടു, നമ്മൾക്ക് എന്തിനാ ഈ പരിപാടി ചെയ്യുന്നത്, നമുക്ക് ഇവിടെ നിന്ന് ഡെറിവേറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, ഈ a അവിടെ കിടക്കുന്നു, എനെ എനിക്ക് കളയണം. എനെ കളയാൻ വേണ്ടിയിട്ട് a ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്നു. സോ x² ഈസ് ഈക്വൽ ടു 4a പകരം 2x/y' ഇൻറ്റു y പ്ലസ് എക്ക് പകരം ഈ ഇക്വേഷൻ x/2y'. അപ്പോഴും നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. y' ഉണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പൊ x² ഈസ് ഈക്വൽ ടു 2x/y' ഇൻറ്റു y പ്ലസ് x/2y'. ക്ലിയർ അല്ലേ. ഇവിടത്തെ എക്സും ഇവിടുത്തെ ഒരു x² എക്സും വെട്ടിപ്പോയി. സോ എനിക്ക് എന്ത് കിട്ടും, x² ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വെട്ടിക്കളയുന്ന എഴുതിയിട്ടില്ല കേട്ടോ, അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ ഞാൻ എന്താണ് ചെയ്യാൻ പോണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഈ എക്സ് വെട്ടിയിട്ടില്ല കേട്ടോ, ഇവിടെ 2x ഉണ്ട്, 2x/y' ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ 2, ഓക്കെ, x² ഈസ് ഈക്വൽ 2x/y' ഇൻറ്റു y പ്ലസ് x/2y' എന്നാണ് കിട്ടുന്നത്. ഇത് ഞാൻ ക്രോസ് ചെയ്യുന്നു. ഇത് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 2y/y' പ്ലസ് x ഡിവൈഡഡ് ബൈ 2y' എന്ന് എഴുതാം. ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആയി പോയി. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും, x² ഈസ് ഈക്വൽ ടു x/y' ഇൻറ്റു 2y/y' പ്ലസ് x ഡിവൈഡഡ് ബൈ y'. നോക്കി, ഇവിടെയും y' ഉണ്ട്, ഇവിടെയും y' ഉണ്ട്. അപ്പൊ അത് y' ന്റെ സ്ക്വയർ ആയില്ലേ. ആ y' ന്റെ സ്ക്വയറോട് കൂടി ഞാൻ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് കൊണ്ടുപോകുന്നു.
അപ്പൊ എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഡാഷിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവിടെ ആരുണ്ട് എക്സ് ഉണ്ട്, എക്സിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ആയല്ലോ, ഈ രണ്ടുപേരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി. ഓക്കെ, ഇനി നോക്കിയേ എക്സ് ഇൻറ്റു 2y ഡാഷ്, സോ 2xy ഡാഷ് പ്ലസ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഡാഷിന്റെ സ്ക്വയർ, അതിന് എനിക്ക് ഡി വൈ ബൈ ഡി എക്സിന്റെ സ്ക്വയർ എന്ന് വിളിക്കാമല്ലോ, ഈസ് ഈക്വൽ ടു 2xy dy ബൈ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് സോൾവ് ചെയ്യാനും നമുക്ക് അറിയത്തില്ല, നമുക്ക് സോൾവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് കാണിക്കേണ്ടത് സെൽഫ് ഓർത്തഗണൽ ആണെന്നാണ്. അതായത് ഈ ഗിവൺ കർവിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ്. ഞാനിനി എന്താ ചെയ്യാൻ പോണ ഓർത്തഗോണാലിറ്റി കാണിക്കാൻ? ഡി വൈ ബൈ ഡി എക്സിന് പകരം മൈനസ് ഡി എക്സ് ബൈ ഡി വൈ കൊണ്ടുവരും അല്ലെ. ഈ മൈനസ് ഡി എക്സ് ബൈ ഡി വൈ കൊണ്ടുവന്നിട്ട് ഞാനൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുമ്പോൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഇതിന് തന്നെ ഈക്വൽ ആക്കാൻ എനിക്ക് പറ്റിയാൽ സെൽഫ് ഓർത്തഗണലായി. ഓക്കെ, ഈ ഡിഫറൻഷ്യൽ ഇനി നമ്മൾ എഴുതാൻ പോകുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓൾറെഡി എഴുതിയ കർവിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനോട് ഈക്വൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ടും സെയിം ആണെന്ന്, സെൽഫ് ഓർത്തഗോണൽ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡി എക്സ് ബൈ ഡി വൈ കൊടുക്കാൻ പോവുക. അപ്പൊ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഞാൻ മൈനസ് ചെയ്തിട്ടുണ്ടല്ലോ, സോ ഡി എക്സ് ബൈ ഡി വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? മൈനസ് 2xy ഇൻറ്റു, ഓക്കെ, ഡി വൈ ബൈ ഡി എക്സ് വരെ മൈനസ് കൊടുത്തപ്പോൾ ഇവിടെ മൈനസ് വന്നു, മൈനസ് 2xy ഇൻറ്റു ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വന്നു. ഓക്കെ, ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് നമുക്ക് മറ്റേ ഉത്തരത്തിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ഞാൻ ചെയ്യുന്നു ഡി എക്സ് ബൈ ഡി വൈ ദ ഹോൾ സ്ക്വയർ കൊണ്ട് കംപ്ലീറ്റ് ഇക്വേഷനെ ഡിവൈഡ് ചെയ്യുന്നു. കംപ്ലീറ്റ് ഇക്വേഷനെ ഡി എക്സ് ബൈ ഡി വൈ ദ ഹോൾ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോ ഇതങ്ങ് ക്യാൻസൽ ആയി പോകും അല്ലെ. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 2xy ഡി എക്സ് ബൈ ഡി വൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി വൈ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പൊ എന്തായിരിക്കും കിട്ടുന്നത് ആലോചിച്ച് നോക്കിയേ. ഡി എക്സ് ബൈ ഡി വൈ ഓൾറെഡി ഉണ്ട്, ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി വൈ ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഞാൻ ഡി എക്സിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി വൈന്റെ സ്ക്വയർ എന്ന് വിളിച്ചു. അപ്പൊ ഡി എക്സും ഡി എക്സിന്റെ സ്ക്വയറും വെട്ടിപ്പോയി, ഡി വൈയുടെ സ്ക്വയറും ഡി വൈയും വെട്ടിപ്പോയി. ഇത് മേളിൽ കയറും, മേളിൽ കയറിയിട്ട് എന്ത് കിട്ടും? ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. അപ്പൊ മൈനസ് 2xy ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു എന്താ വരുന്നത്? ഡി എക്സ് ബൈ ഡി വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുമല്ലേ. അതായത് നമുക്കറിയാം, നോക്കിയേ, 1 ഡിവൈഡഡ് ബൈ എ ബൈ ബി എന്ന് പറയുന്നത് ബി ബൈ എ ആവത്തില്ലേ. അതേപോലെ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഈ സാധനം നമ്മൾ ചെയ്യുമ്പോൾ ഇതങ്ങ് തലതിരിഞ്ഞ് മേളിൽ കയറും. സോ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ ഇതിനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഈ സാധനം അപ്പുറത്ത് കയറ്റി എക്സ് സ്ക്വയർ പ്ലസ് 2xy ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ കിട്ടും. ഇതാണ് നമ്മുടെ ഓർത്തഗോണൽ ട്രജക്ടറിയുടെ ഇക്വേഷൻ. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ. കണ്ടോ, ഈ ഇക്വേഷൻ തലതിരിച്ചാണ് ഇപ്പൊ എഴുതി വെച്ചേക്കുന്നത്. സോ നമുക്ക് ഈ രണ്ട് ഇക്വേഷനും ഈക്വൽ ആയിട്ട് കിട്ടി. ആ ഈക്വൽ ആയിട്ട് കിട്ടാൻ കുറച്ച് മാനിപ്പുലേഷൻ ഒക്കെ നമ്മൾ വരുത്തണം. ഡി എക്സ് ബൈ ഡി വൈ ദ ഹോൾ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ അതൊന്ന് ചെയ്തു പഠിക്കുക. അവ രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെയിം ആയതുകൊണ്ട് ഈ കർവുകളെല്ലാം സെയിം ആണെന്ന് പറയാം. കർവുകൾ സെയിം ആണെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇത് സെൽഫ് ഓർത്തഗണൽ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും നമുക്ക് സെൽഫ് ഓർത്തഗണലിൽ ചോദിക്കുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോക്കി വയ്ക്കുക കേട്ടോ, അല്ലെങ്കിൽ എളുപ്പമുള്ള ചോദ്യം ചോദിക്കും. ഇതാണ് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ സെൽഫ് ഓർത്തഗണലിലെ പരിപാടി എല്ലാം ചെയ്യുക, ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കുക, അതിനെ ഡി എക്സ് ബൈ ഡി വൈ ദ ഹോൾ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ മറ്റേ ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് രണ്ട് കർവും സെയിം ആണ്, സെൽഫ് ഓർത്തഗണൽ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ.